നമസ്കാരം, ഏഷ്യൻ ക്രാഫ്റ്റിലേക്ക് സ്വാഗതം. കേരള PSC കൊമേഴ്സ് അസിസ്റ്റന്റ് പ്രൊഫസർ പോസ്റ്റിൽ 1ാം റാങ്ക് നേടിയ മുക്കത്ത് നിന്നുള്ള നീനുവിൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ചർച്ചയാവുന്നത്. അസിസ്റ്റന്റ് പ്രൊഫസറായി നിയമിക്കുന്നതിൻ്റെ കത്ത് തനിക്ക് ലഭിക്കുന്നത് കാത്തിരിക്കുകയാണ് തൻ്റെ കുടുംബമെന്നും 1ാം റാങ്ക് ലഭിച്ചിട്ടും ഒരു പ്രതീക്ഷയും ജോലിയുമായി ബന്ധപ്പെട്ട് തനിക്ക് ഇനിയില്ലെന്നും നീനു ഫേസ്ബുക്കിലൂടെ വ്യക്തമാക്കുന്നു. നീനുവിൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റ് ഇങ്ങനെ: ഇന്ന് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും സന്തോഷകരമായ ഒരു നേട്ടത്തിൻ്റെ അർദ്ധവാർഷിക ദിവസമാണ്. അസിസ്റ്റന്റ് പ്രൊഫസർ ഇൻ കൊമേഴ്സ് റാങ്ക് ലിസ്റ്റ് വന്നിട്ട് ഇന്നേക്ക് 6 മാസം തികയുന്നു. റാങ്ക് ലിസ്റ്റിൽ ഒന്നാമതെത്തിയപ്പോൾ എൻ്റെ മനസ്സിൽ എൻ്റെയും എൻ്റെ കുടുംബത്തിൻ്റെയും ഇതുവരെയുള്ള കഷ്ടപ്പാടിന് ഒരു അവസാനമുണ്ടായെന്നും ഉടനെ ഒരു ജോലിയിലേക്ക് പ്രവേശിക്കാമല്ലോ എന്ന സന്തോഷമായിരുന്നു. എന്നാൽ 1ാം റാങ്ക് എന്ന് പറയുന്നത് എൻ്റെ റൂമിലെ ഷോക്കേസിൽ നിറഞ്ഞു നിൽക്കുന്ന ഒരുപാട് മൊമൻറ്റോസ് മാത്രമാണെന്ന് ഞാൻ വളരെ വിഷമത്തോടെ തിരിച്ചറിയുന്നു. MLA മുതൽ ഹയർ എഡ്യൂക്കേഷൻ മിനിസ്റ്റർ തുടങ്ങി CM ഓഫീസ് വരെ ഈ കാലയളവിൽ കയറിയിറങ്ങി. ഒരുപാട് RTI നിവേദനങ്ങൾ അയച്ചു. മിനിസ്റ്റേഴ്സ് പങ്കെടുക്കുന്ന പ്രോഗ്രാംസ് പോയി നേരിട്ട് കണ്ട് കാര്യങ്ങൾ പറഞ്ഞു. എനിക്ക് പറയാനുള്ളത്, നിലവിൽ വന്ന റാങ്ക് ലിസ്റ്റിൽ ഫസ്റ്റ് റാങ്ക് നേടിയ എൻ്റെ അവസ്ഥയും കഷ്ടപ്പാടും മാത്രമാണ്. X6 ഇഷ്യൂ നിലനിൽക്കുന്നുണ്ട്. അതിനൊരു തീരുമാനമാകണം. ഗവൺമെൻറ്റിന് ഫിനാൻഷ്യൽ ക്രൈസിസ് ആണ്. ഗവൺമെൻറ്റിൻ്റെ അവസ്ഥ മനസ്സിലാക്കൂ. ലിസ്റ്റ് വന്നിട്ട് ഇത്രയല്ലേ ആയുള്ളൂ. കുറച്ച് വെയിറ്റ് ചെയ്യൂ. ജോലി കിട്ടുമായിരിക്കും. 2026 വരെയില്ലേ റാങ്ക് ലിസ്റ്റ്. തൽക്കാലം വേറെ ജോലി നോക്കൂ. അതെ, എല്ലാം ശരിയാണ്. ഞാൻ ഈ റാങ്ക് ലിസ്റ്റിൽ ഒരു സ്ഥാനം നേടിയത് കഷ്ടപ്പെട്ട് രാത്രികൾ പോലും പകലുകളാക്കി പഠിച്ചാണ്. ജീവിതത്തിലെ പ്രശ്നങ്ങൾ തന്നെ വലിയ മുറിവുകൾ പഠനം കൊണ്ട് മറയ്ക്കാൻ ശ്രമിച്ചു. അങ്ങനെ ഒരു സ്ഥാനത്തിലേക്ക് എത്തിയിട്ടും ഇതൊക്കെ കേൾക്കേണ്ടി വന്നതിൽ വിഷമമുണ്ട്. എങ്കിലും ആരോടും പരാതിയില്ല, പരിഭവവുമില്ല. ആരോടും പരാതി പറഞ്ഞിട്ട് കാര്യമില്ല എന്ന തിരിച്ചറിവ് വന്നു. എന്നാലും ഇപ്പോഴും പ്രതീക്ഷയുണ്ട്. ഗവൺമെൻറ് എന്നെപ്പോലെ ഈ റാങ്ക് ലിസ്റ്റിൽ സ്ഥാനം നേടിയവരുടെ വിഷമം മനസ്സിലാക്കുമെന്നും ഈ വിഷയത്തിൽ നടപടിയെടുക്കുമെന്നും. ആരോടുമുള്ള പ്രതിഷേധമല്ല ഈ പോസ്റ്റ്. പിന്നെ എന്തിനാ ഇപ്പോൾ ഇങ്ങനെയൊരു പോസ്റ്റ്, ഇങ്ങനെയൊരു റാങ്ക് ലിസ്റ്റും? എന്നാൽ ഈ കാര്യങ്ങൾ ഒന്നും അറിയാതെ ജോലിയിൽ കയറിയില്ലേ? എവിടെയാ കയറിയത്? സാലറിയൊക്കെ കിട്ടിത്തുടങ്ങിയോ? എത്ര കിട്ടും എന്ന് ചോദിക്കുന്ന പ്രിയ സുഹൃത്തുക്കളെ, നാട്ടുകാരെ, ഇതാണ് എൻ്റെ അവസ്ഥ. ഇനിയെങ്കിലും എന്നെപ്പോലെ ഈ റാങ്ക് ലിസ്റ്റിൽ വന്നവരുടെ അവസ്ഥ ഒന്ന് മനസ്സിലാക്കൂ. ഗവൺമെൻറ് ഈ കാര്യത്തിൽ ഒരു നടപടിയെടുക്കൂ. നീനു പറയുന്നു.